ഹലോ നമസ്കാരം. യൂറോ കപ്പിന്റെ ഗ്രൂപ്പ് എഫ് പോരാട്ടത്തിൽ തുർക്കിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലും പ്രീ ക്വാർട്ടർ കടക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇന്ന് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള 3 ഗോളുകൾക്കാണ് പോർച്ചുഗൽ വിജയിച്ചു കയറിയത്. അതോടുകൂടി അവർ ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ നമുക്കറിയാം പോർച്ചുഗൽ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചുകൊണ്ടാണല്ലോ ഈ ഒരു മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് തുടക്കം മുതൽ തന്നെ വ്യക്തമായിട്ടുള്ള ആധിപത്യം പുലർത്തിക്കൊണ്ട് തന്നെയാണ് പോർച്ചുഗൽ കളിച്ചിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു അസിസ്റ്റൊക്കെ നടത്തിക്കൊണ്ട് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്തായാലും ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വക തന്നെ ഈ ഒരു മത്സരം നൽകുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കളിയുടെ 21-ാം മിനിറ്റിൽ ഇടതുഭാഗത്ത് നിന്ന് ന്യൂനോ മെൻഡസ് നൽകിയിട്ടുള്ള ഒരു പാസ് ലക്ഷ്യത്തിൽ എത്തിച്ചുകൊണ്ടാണ് ബെർണാഡോ സിൽവ പോർച്ചുഗലിന് ലീഡ് നൽകുന്നത്. പിന്നീട് മത്സരത്തിന്റെ 28-ാം മിനിറ്റിൽ തുർക്കിയുടെ ഭാഗത്തു നിന്നും ഒരു വലിയ അബദ്ധം തന്നെയാണ് നമ്മൾ കാണുന്നത്. അതെ, അവരൊരു സെൽഫ് ഗോൾ അടിച്ചുകൊണ്ട് പോർച്ചുഗലിന്റെ ലീഡ് ഇരട്ടിയാക്കുന്നു. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂറോ കപ്പ് തുടങ്ങിയിട്ട് നമുക്കറിയാം അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല. ഇതിനോടകം തന്നെ ഈ ഒരു ടൂർണമെന്റിൽ 6 സെൽഫ് ഗോളുകൾ പിറന്നു കഴിഞ്ഞിരിക്കുന്നു. പോർച്ചുഗലിന്റെ മുന്നേറ്റത്തിനോട് വലിയ കിട്ടിയ പന്ത് ഗോൾ കീപ്പർക്ക് ബാക്ക് പാസ് നൽകിക്കൊണ്ടാണ് അത് ഗോളായി മാറുന്നത്. അതെ, അക്വൈദിൻ ബാക്ക് പാസ് നൽകുമെന്ന് പ്രതീക്ഷിക്കാതെ പന്തിന്റെ ദിശയിലേക്ക് ഓടി വന്ന ഗോൾ കീപ്പർ ആൾട്ടെ ബൈനറുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഗോൾ കീപ്പർ ഓടി വരുന്നത് ശ്രദ്ധിക്കാതെ അക്വൈദിൻ അത് ഗോളാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതോടുകൂടി ഈ ഒരു ടൂർണമെന്റിലെ 6ാമത്തെ സെൽഫ് ഗോളും അതുപോലെ തന്നെ പോർച്ചുഗലിന്റെ ലീഡ് ഇരട്ടിയാക്കുന്ന ഒരു ഗോളുമായിട്ട് അത് മാറുകയായിരുന്നു. പിന്നീട് മത്സരത്തിന്റെ 2ാം പകുതിയിലെ 56-ാം മിനിറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ബ്രൂണോ ഫെർണാണ്ടസിലൂടെ 3ാം ഗോളും നേടിക്കൊണ്ട് പോർച്ചുഗൽ വിജയം പൂർത്തിയാക്കുകയായിരുന്നു. ഈ ഒരു ഗോളിന് പിന്നിൽ CR7 ആയിരുന്നു അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ CR7 ഒരു നീക്കം കണ്ടപ്പോൾ ഇത് റൊണാൾഡോയുടെ ഗോളാകുമെന്ന് പലരും പ്രതീക്ഷിച്ച് കാണണം. അതുപോലെ തന്നെ ഗോൾ കീപ്പറും CR7 അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനോ അത് ബ്രൂണോ ഫെർണാണ്ടസിലേക്ക് വെച്ച് നീട്ടി. അതെ, അത് ബ്രൂണോ ഫെർണാണ്ടസ് കൃത്യമായിട്ട് ഗോളാക്കുകയും ചെയ്തു. അതിനുശേഷം സമ്മർദ്ദമില്ലാതെ കളിച്ച് പോർച്ചുഗൽ വിജയം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും 2 മത്സരങ്ങൾ കഴിയുമ്പോൾ 6 പോയിന്റുമായി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ക്രിസ്ത്യാനോയുടെ പോർച്ചുഗൽ. ഗ്രൂപ്പിൽ ഇനി എന്തായാലും ആദ്യ സ്ഥാനത്ത് പോർച്ചുഗൽ ഫിനിഷ് ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ തന്നെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാന മത്സരത്തിൽ അവർ ജോർജിയയാണ് നേരിടേണ്ടതും. തുർക്കി 3 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ബാക്കി 2 ടീമുകൾക്കും ഓരോ പോയിന്റ് വീതമാണുള്ളത്. എന്തായാലും പ്രിയ സുഹൃത്തുക്കളോട് ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെയാണ് ഫുട്ബോൾ വാർത്തകളും ക്രിക്കറ്റ് ന്യൂസുകളും ഒരുമിച്ച് ചെയ്യാറുള്ളത്. ഈ ഒരു വീഡിയോസും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതിയെന്നേ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.